എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊറിയൻ ഫാൻറ്റസി ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനാണെങ്കിൽ റോഡിലൂടെ ഇവൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. സമയത്ത് ഇവന് കിട്ടിയ സക്സസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ വരുന്നത്. ഇവനൊരു സ്പോർട്സ് പ്ലെയർ ആണ്. അപ്പോൾ അവൻ്റെ കരിയറിൽ ഒരു നല്ലൊരു ന്യൂസ് കിട്ടിയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്താണ് അവൻ വരുന്നത്. ആ സമയത്ത് ഒരു കാറ് വന്ന് ഇവനെ ഇടിക്കുന്നുണ്ട്. ആ ഇടിയിൽ അവന് നല്ല രീതിയിൽ പരിക്കുകൾ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് അവൻ്റെ കാലിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റുകയും അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ്റെ കാല് അവന് അനക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഡോക്ടർ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് കാല് അധികം അനക്കാനൊന്നും പറ്റില്ല, കാലിൽ നല്ല ഇഞ്ചുറി ഉണ്ട്, അപ്പോൾ സ്പോർട്സ് ഒന്നും കളിക്കാൻ പറ്റില്ല എന്ന് ആ ഡോക്ടർ പറയണത് കേട്ടിട്ട് അവൻ വല്ലാതെ തളർന്നു പോവുകയാണ്. അവൻ ഡോക്ടറിൻ്റെ കാല് പിടിച്ച് കരയുന്നുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ കാല് രക്ഷിക്ക്, ഞാനൊരു സ്പോർട്സ് പ്ലെയറാണ്, എനിക്ക് ഈ കാലില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്. പക്ഷേ ഡോക്ടറിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഫിസിയോതെറാപ്പിയൊക്കെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അവൻ ഒരുപാട് തകർന്നു പോവുകയും അവൻ ഡിപ്രഷനിൽ ആവുകയും ചെയ്യുകയാണ്. അവൻ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുകയും ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെയൊക്കെ ഡിപ്രഷനിലാവുകയാണ്. ലാസ്റ്റ് അവൻ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റും അത്യാവശ്യം നല്ല പെയിൻഫുള്ളായിരുന്നു. അങ്ങനെ അവൻ്റെ വണ്ടി ഇടിച്ച ആളടുത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ റെഡിയാവുകയാണ്. പക്ഷേ അവൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി അത് ആരാണെന്നുള്ളത് അവൻ അറിയില്ലായിരുന്നു. കാരണം ഈ ആക്സിഡൻറ്റ് നടത്തിയ ആൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. വളരെ റിച്ച് ആയിട്ടുള്ള ആളുടെ മക്കളാണ് ഈ കാറിന് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഇൻഫ്ലുവൻസോടുകൂടി തന്നെ അവരെല്ലാ എവിഡൻസും ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ വീഡിയോ കോളിൽ സംസാരിച്ചതിപ്പോൾ ആ സമയത്ത് ഈ വീഡിയോ കോൾ റെക്കോർഡിംഗ് ആയിരുന്നു. അങ്ങനെ അവന് എവിഡൻസ് കിട്ടുകയും ആളെ കണ്ടുപിടിക്കുകയും അവൻ അയാളുടെ അടുത്ത് സംസാരിക്കുകയും പോകുന്നുണ്ട്. അയാൾ ഇവന് ഒരു വലിയ എമൗണ്ട് പണം നൽകി അവനെ ഈ കേസിൽ പോവാതെ പിന്മാറാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അവൻ ഒരുപാട് സങ്കടത്തിലും ദേഷ്യത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ അവനങ്ങനെ തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അയാളോട് സംസാരിക്കാൻ വേണ്ടി തിരിച്ച് കയറി വരികയും ആ പണക്കാരനായിട്ടുള്ള അയാൾ സ്റ്റെപ്പിൽ നിന്ന് വീഴുകയും ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ബോധം പോകുന്നുണ്ട്. അങ്ങനെ ഈ വയസ്സായ ആൾ ഈ ഹോസ്പിറ്റലിൽ വച്ച് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അയാൾ ഒരുപാട് ഷോക്കാവാണ്. കാരണം അയാളൊരു ചെറുപ്പക്കാരൻ്റെ ബോഡിയിൽ അയാളുടെ ആത്മാവ് കുടുങ്ങിപ്പോവുകയാണ്. ആ ഒരു ആക്സിഡൻറ്റിൽ ആ സ്റ്റെപ്പിൽ നിന്ന് വീഴുമ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിയിടിക്കുന്നുണ്ടല്ലോ, ആ ആക്സിഡൻറ്റിൽ ഇവരെ ബോഡികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആവുകയാണ്. ചെറുപ്പക്കാരൻ പയ്യൻ്റെ ആത്മാവ് ഇവൻ്റെ ശരീരത്തിലും ഇവൻ്റെ ആത്മാവ് ആ ചെറുപ്പക്കാരൻ പയ്യൻ്റെ ശരീരത്തിലും ആവുകയാണ്. വയസ്സായ അവൻ്റെ ബോഡിയിലേക്ക് തിരിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് പെട്ടെന്ന് വലിയ രീതിയിൽ ഹെഡ് പെയിൻ വരികയും അവനത് കഴിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കുന്നത് കണ്ടറിയാം. താങ്ക് യു.